ധർമ്മബുദ്ധിയും ദുഷ്ടബുദ്ധിയും സുഹൃത്തുക്കളായിരുന്നു. അവർ രണ്ടാളും വ്യാപാരത്തിനു വേണ്ടി വിദേശത്തേക്ക് പോയി. രണ്ടുപേരും ചേർന്ന് 2000-ഓളം സ്വർണ്ണ നാണയങ്ങൾ സമ്പാദിച്ചുകൊണ്ടാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. 100 സ്വർണ്ണ നാണയം അവർ പങ്കിട്ടെടുത്ത ശേഷം ബാക്കിയുള്ളവ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു. അതിനുശേഷം ഒരു ദിവസം രാത്രിയിൽ ദുഷ്ടബുദ്ധി രഹസ്യമായി മരച്ചുവട്ടിൽ കുഴിച്ചിട്ടിരുന്ന നാണയം മുഴുവനും എടുത്തുകൊണ്ടുവന്ന് മറ്റൊരിടത്ത് കുഴിച്ചിട്ടു. 1 മാസം കഴിഞ്ഞ് അവൻ ധർമ്മബുദ്ധിയോട് പറഞ്ഞു, ചേട്ടാ വരൂ, നമുക്ക് ആ പണം എടുത്തുകൊണ്ടുവന്ന് തുല്യമായി ഭാഗിച്ചെടുക്കാം. എനിക്ക് കുറേ പണത്തിന് ആവശ്യമുണ്ട്. അത് കേട്ട ധർമ്മബുദ്ധി അവനോടൊപ്പം പുറപ്പെട്ടു. സ്വർണം കുഴിച്ചിട്ട സ്ഥാനത്ത് ചെന്ന് കുഴിച്ചു നോക്കി. അവിടെ നാണയമൊന്നും കണ്ടില്ല. അപ്പോൾ ദുഷ്ടബുദ്ധി പറഞ്ഞു, നിങ്ങളാണ് നാണയം മുഴുവനും എടുത്തത്. എനിക്കിപ്പോൾ കിട്ടണം പണം. അത് കേട്ട് ധർമ്മബുദ്ധി പറഞ്ഞു, ഞാൻ ഇവിടെ വന്നതേയില്ല, നീ തന്നെയാണ് പണം എടുത്തത്. അങ്ങനെ തർക്കം രാജധാനിയിലെത്തി. ന്യായാധിപൻ 2 പേരുടെയും തർക്കങ്ങൾ കേട്ടു. എന്നാൽ കുറ്റക്കാരൻ ആരാണ് എന്ന് നിർണയിക്കാൻ തക്ക തെളിവൊന്നും കിട്ടിയതുമില്ല. അതുകൊണ്ട് വാദം മാറ്റിവെച്ചു. താൻ തൻ്റെ ഭാഗം തെളിവ് ബോധ്യപ്പെടുത്താം എന്നും ഏതൊരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണോ ധനം കുഴിച്ചിട്ടിരുന്നത് ആ വൃക്ഷം തന്നെ സാക്ഷിയായി മൊഴി നൽകുമെന്നും ദുഷ്ടബുദ്ധി ന്യായാധിപനെ ബോധിപ്പിച്ചു. അതുകേട്ട അധികാരി ആശ്ചര്യത്തോടുകൂടി അടുത്ത ദിവസം എല്ലാവരും വനത്തിൽ ചെന്ന് സാക്ഷിമൊഴി കേൾക്കണം എന്ന് കൽപ്പിച്ചു. അന്ന് രാത്രി ദുഷ്ടബുദ്ധി രഹസ്യമായി അച്ഛനെ സമീപിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി. അപഹരിച്ചിട്ടുള്ള നാണയങ്ങളിൽ പകുതി അച്ഛന് കൊടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. പണം കുഴിച്ചിട്ട വൃക്ഷത്തിന് ഒരു വലിയ പൊത്തുണ്ട്. അതിൽ ഒരാൾക്കു കയറിയിരിക്കാം. അതിലിരുന്ന് വൃക്ഷം സാക്ഷി പറയുന്നത് പോലെ ധർമ്മബുദ്ധിയാണ് ധനം അപഹരിച്ചത് എന്ന് വിളിച്ചു പറയണം. ധനമോഹിയായ പിതാവ് അങ്ങനെ ചെയ്തു കൊള്ളാമെന്നും സമ്മതിച്ചു. അന്ന് രാത്രി തന്നെ ദുഷ്ടബുദ്ധി അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയി മരപ്പുത്തിനകത്തിരുത്തി. പിറ്റേന്ന് രാവിലെ വാദിയും പ്രതിയും അധികാരികളും എല്ലാവരും വനത്തിലെത്തി. അതിനുശേഷം നിക്ഷേപം എടുത്തിട്ടുള്ളത് ആരാണ് എന്ന് വൃക്ഷം പറയട്ടെ, ന്യായാധിപൻ കൽപ്പിച്ചു. ഉടനെ ധർമ്മബുദ്ധി നിക്ഷേപം എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിരിക്കുന്നു എന്ന് മരപ്പുത്തിനുള്ളിൽ നിന്നും ഒരശരീരി കേട്ടു. അത് കേട്ട് ബുദ്ധിമാനായ ന്യായാധിപൻ പറഞ്ഞു, ഇത് നടക്കുന്ന കാര്യമല്ലല്ലോ. വൃക്ഷത്തിനുള്ളിൽ ആരോ ഇരിക്കുന്നുണ്ടാവാം. അതിൻ്റെ ചുവട്ടിൽ പുകയിട്ട് പുക കയറ്റുക. അതിലാളുണ്ടോ എന്ന് നമുക്കൊന്ന് പരീക്ഷിക്കാം. മരത്തിനു ചുറ്റും പുകയിട്ടു. പുക വൃക്ഷത്തിനുള്ളിൽ കടന്നപ്പോൾ ദുഷ്ടബുദ്ധിയുടെ പിതാവ് ശ്വാസം മുട്ടി മരിച്ച് നിലത്തു വീണു. അതു കണ്ടതോടെ സംഭവത്തിൻ്റെ വാസ്തവം അധികാരികൾക്കെല്ലാം ബോധ്യമായി. ഉടനെ സ്വർണ്ണ നാണയങ്ങൾ എടുപ്പിച്ച് അവ ധർമ്മബുദ്ധിക്ക് കൊടുത്തു. അസത്യം പറയുകയും സ്വന്തം അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരനാവുകയും ചെയ്ത ദുഷ്ടബുദ്ധിയുടെ കൈകളും നാവും മുറിച്ചു കളഞ്ഞ് അയാളെ നാടുകടത്താൻ ന്യായാധിപൻ വിധി കൽപ്പിക്കുകയും ചെയ്തു. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ശരീരത്തിൽ സൂക്ഷ്മതമമായിരിക്കുന്ന കുണ്ഡലിനീ ശക്തിയെ സൂചിപ്പിച്ചുകൊണ്ട് വശിന്യാദി വാഗ്ദേവതകൾ ലളിതാസഹസ്രനാമത്തിലെ 90ാമത്തെ നാമമന്ത്രമായി കുലാമൃതൈകരസിക എന്ന് അമ്മയെ വിശേഷിപ്പിച്ചിരിക്കുന്നു. കുലാമൃതം എന്ന ഏകവസ്തുവിൽ സന്തോഷിക്കുന്നവൾ അഥവാ കുലാമൃതത്തിൽ സന്തോഷിക്കുന്നവൾ എന്നാണ് അർത്ഥം. അമ്മയ്ക്ക് 5 രൂപങ്ങളാണുള്ളത്. നാം കാണുന്ന ചിത്രങ്ങളിലൊക്കെ ദർശിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്ഥൂലരൂപം, കയറും പാശവും കരിമ്പ് വില്ലും ഒക്കെ പിടിച്ചുകൊണ്ടുള്ള മനോഹരമായ രൂപം, അതാണ് സ്ഥൂലരൂപം. മന്ത്രമയമായ രൂപമാണ് സൂക്ഷ്മരൂപം. ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ രൂപത്തിലുള്ള അമ്മയുടെ ആ ഭാവത്തെ സൂക്ഷ്മരൂപം എന്ന് പറയും. കാമകലാരൂപത്തെയാണ് സൂക്ഷ്മതരം എന്ന് പറയുന്നത്. അമ്മയുടെ കുണ്ഡലിനീ രൂപത്തെ സൂക്ഷ്മതമം എന്ന രൂപമായിട്ടും പറയും. ശുദ്ധബ്രഹ്മമായിട്ടുള്ള രൂപമാണ് 5ാമത്തെ രൂപം. അതായത് വേദാന്തത്തിലൊക്കെ പറയപ്പെടുന്ന പരബ്രഹ്മചൈതന്യം. കുലാമൃതൈകരസിക എന്ന പദം കൊണ്ട് സൂക്ഷ്മതമമായ
അമ്മയുടെ കുണ്ഡലിനി രൂപത്തെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ സുഷുമ്നാ നാഡിയുടെ താഴെയറ്റത്തായി സ്ഥിതി ചെയ്യുന്ന മൂലാധാര ത്രികോണത്തിൽ കുണ്ഡലിനി ശക്തി സ്ഥിതി ചെയ്യുന്നു. താമര നൂല് പോലെ നേർത്ത മിന്നൽ പൊടി പോലെ പ്രകാശിക്കുന്ന രൂപത്തിൽ 3.5 ചുറ്റായിട്ടാണ് കുണ്ഡലിനി ശക്തി സ്ഥിതി ചെയ്യുന്നത്. താഴോട്ടുമുഖമായി ഉറങ്ങുന്ന ഈ കുണ്ഡലിനി ശക്തിയെ യോഗികൾ ഉണർത്തി ഊർധ്വമുഖമാക്കുന്നു, അതായത് മുകളിലേക്കുള്ള മുഖമാക്കി മാറ്റുന്നു. ആ സമയത്ത് ആ ശക്തി ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി എന്നിവയെയും 6 ആധാരങ്ങളെയും ഭേദിച്ചുകൊണ്ട് ആകാശത്തിൽ അധോമുഖമായി സ്ഥിതി ചെയ്യുന്ന സഹസ്രാര പത്മത്തിൽ എത്തിച്ചേരുന്നു. ചിത്രത്തിൽ നോക്കൂ. സഹസ്രാര പത്മത്തിൻ്റെ മധ്യത്തിലുള്ള കുലകുണ്ഡലിനിയോട് ഈ കുണ്ഡലിനി ശക്തി കൂടി ചേരുമ്പോഴാണ് അമൃതധാര ഉണ്ടാകുന്നത്. ഈ അമൃതധാര പാനം ചെയ്ത് മത്തായ കുണ്ഡലിനി ശക്തി സുഷുമ്നാ നാഡിയിലൂടെ തന്നെ തിരിച്ച് മൂലാധാരത്തിൽ എത്തിച്ചേരുന്നു, വീണ്ടും സ്വസ്ഥമായി ഉറങ്ങുന്നു. ഈ കുണ്ഡലിനി ശക്തിയെയാണ് ഈ നാമം കൊണ്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. ഓം കുലാമൃതൈകരസികായൈ നമഃ. ഓം ഓം ഹ്രീം കുലാമൃതൈകരസികായൈ നമഃ. ധ്യാനിക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു മന്ത്രമാണിത്. കുണ്ഡലിനി ശക്തി സുഷുമ്നാ നാഡിയുടെ ഉയർന്ന് സഹസ്രാര പത്മത്തിൽ എത്തുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ധ്യാനിക്കാൻ കഴിയുന്ന ഒരു മന്ത്രമാണിത്. ഒരു ഗുരുനാഥൻ്റെ സഹായത്തോടു കൂടി അഭ്യസിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പം സാധ്യമാകും. നമ്മുടെ ശരീരത്തിന് ഉണർവും ഉന്മേഷവും ലഭിക്കുന്നതിന്, മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതിന് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഒരു ദിവസം 5 മിനിറ്റെങ്കിലും നമ്മൾ ധ്യാനിക്കുക. തീർച്ചയായും അതിന് ഫലം കിട്ടും. കുലസങ്കേതപാലിനി എന്നതാണ് ലളിതാ സഹസ്രനാമത്തിലെ 91ാമത്തെ നാമമന്ത്രം. കുലം എന്ന ഉപാസനാരീതിയുടെ സങ്കേതങ്ങളെ സംരക്ഷിക്കുന്നവൾ, കൗളമാർഗരഹസ്യത്തെ സംരക്ഷിക്കുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. കുലം അല്ലെങ്കിൽ കൗളം എന്ന ഉപാസനാരീതിയിൽ കുണ്ഡലിനി യോഗരഹസ്യം, പൂജാരഹസ്യം, ചക്രരഹസ്യം, മന്ത്രരഹസ്യം എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഈ സമ്പ്രദായത്തിൻ്റെ പ്രയോഗങ്ങളൊക്കെ ഭക്തന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ശക്തി നൽകുന്നവയാണ്. അതുകൊണ്ട് ഗുരുപരമ്പരയിൽ നിന്ന് തിരഞ്ഞെടുത്ത ശിഷ്യന്മാർക്ക് മാത്രം ലഭിക്കത്തക്കവണ്ണം കൗള സമ്പ്രദായം അതീവ രഹസ്യമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ദുഷ്ടബുദ്ധികളായ വ്യക്തികൾ ഈ ശക്തികളെ ലോകത്തിന് ഉപദ്രവകരമായ രീതിയിൽ ഉപയോഗിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ നിയന്ത്രണം വച്ചിട്ടുള്ളത്. ഈ ആരാധനാരീതി അർഹതയില്ലാത്തവരുടെ കയ്യിൽപ്പെടാതെ ലളിതാ പരമേശ്വരീ ദേവി തന്നെ പരിപാലിച്ചു പോരുന്നതുകൊണ്ട് കുലസങ്കേതങ്ങളെ പാലിക്കുന്നവൾ എന്ന് അമ്മയ്ക്ക് നാമം വരുന്നു. ഓം കുലസങ്കേതപാലിന്യൈ നമഃ. ഓം ഓം ഹ്രീം കുലസങ്കേതപാലിന്യൈ നമഃ. കുലാങ്കന എന്നതാണ് അടുത്ത മന്ത്രം. നല്ല കുടുംബത്തിൽ പിറന്ന സ്ത്രീ എന്നാണ് ഈ പദത്തിൻ്റെ സാമാന്യമായ അർത്ഥം. കുലീനയായ സ്ത്രീ പരപുരുഷന്മാരിൽ നിന്നും മറഞ്ഞിരിക്കുന്നതുപോലെ അമ്മ അവിദ്യയാൽ മറഞ്ഞിരിക്കുന്നു. അന്യാസ്തു സകലാ വിദ്യ പ്രകടാ ഗണികാ ഇവ ഇയന്തു ശാംഭവീ വിദ്യ ഗുപ്താ കുലവധൂരിവ. അന്യവിദ്യകൾ എല്ലാം ഗണികമാരെ പോലെ പ്രകടമാണ്. എന്നാൽ ഈ ശാംഭവി വിദ്യയാകട്ടെ കുലവധുവിനെ പോലെ ഗുപ്തയാണ് എന്ന് കുലാർണവതന്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രീവിദ്യ കുലവധുവിനെ പോലെ തൻ്റെ കുലത്തിലുള്ളവരോട് മാത്രം ഇണങ്ങുന്നു, അതായത് കൗള സമ്പ്രദായപ്രകാരം മാത്രം അറിയപ്പെടുന്നു എന്നും അർത്ഥമുണ്ട്. സഹസ്രാര പത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമശിവ തത്വത്തോട് മാത്രം ഐക്യം പ്രാപിക്കുന്ന കുണ്ഡലിനി ശക്തിയെ സ്വന്തം ഭർത്താവിനെ മാത്രം പ്രാപിക്കുന്ന പതിവ്രതയായിട്ടുള്ള കുലവധുവായിട്ടും സങ്കല്പിക്കാം. ശങ്കരാചാര്യ സ്വാമികൾ സൗന്ദര്യ ലഹരി സ്തോത്രത്തിൽ അതിമനോഹരമായി ഈ വിഷയം ഇങ്ങനെ വിവരിച്ചു നൽകിയിട്ടുണ്ട്.
മഹീം മൂലാധാരേ കമപി മണിപൂരേ ഹുതവഹം സ്ഥിതം സ്വാധിഷ്ഠാനേ ഹൃദി മരുതമാകാശമുപരി മനോവി ഭ്രൂമധ്യേ സകലമപി ഭിത്വാ കുലപഥം സഹസ്രാരേ പത്മേ സഹരഹസി പത്യാ വിഹരസി. അല്ലയോ അമ്മേ, അവിടുന്ന് മൂലാധാരത്തിൽ പൃഥ്വി തത്വത്തെയും മണിപുരത്തിൽ ജലതത്വത്തെയും സ്വാധിഷ്ഠാനത്തിൽ അഗ്നിതത്വത്തെയും അനാഹത ചക്രത്തിൽ വായുതത്വത്തെയും അതിനു മുകളിലുള്ള വിശുദ്ധി ചക്രത്തിൽ ആകാശതത്വത്തെയും ഭ്രൂമധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിൽ മനസ്തത്വത്തെയും ഇങ്ങനെ കുലപഥമായ സുഷുമ്ന മാർഗത്തെയും കടന്ന് സഹസ്രാര പത്മത്തിൽ രഹസ്യമായി ഭർത്താവായ പരമേശ്വരനോടുകൂടി വിഹരിക്കുന്നു. ഓം കുലാംഗനായൈ നമഃ. ഓം ഓം ഹ്രേം കുലാംഗനായൈ നമഃ. ആഗ്രഹങ്ങൾ സാധ്യമാക്കുന്നതിൽ അഗ്രഗണ്യമായ സ്ഥാനം വഹിക്കുന്ന ഒരു മന്ത്രമാണിത്. ദേവീ സന്നിധിയിൽ ഈ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ധ്യാനിക്കുന്ന സമയത്ത് ഈ മന്ത്രങ്ങൾ ഏതെങ്കിലും ജപിച്ച് ധ്യാനിക്കാം. കുണ്ഡലിനി യോഗ ശക്തിയിൽ നിന്നും ലഭ്യമാകുന്ന അതിദിവ്യമായ അനുഭൂതി പ്രദാനം ചെയ്യുന്ന അതിവിശിഷ്ടമായ 3 മന്ത്രങ്ങളാണ് ഈ അധ്യായത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആദിപരാശക്തിയായ മഹാദേവിയുടെ അനുഗ്രഹമാകുന്ന അനുഭൂതിയിൽ അഭിരമിച്ചുകൊണ്ട് എപ്പോഴും സന്തോഷവും സമാധാനവും ഉള്ളവരായി മാറുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.